ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് നമ്മുടെ മുരിങ്ങയുടെ ചെടിയാണ്. ഇതിൽ 3 ഉണ്ട്. ഒരെണ്ണം ഭയങ്കര ചെറുതാണ്, ബാക്കി 2 ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രൂൺ ചെയ്ത കാരണം കൊണ്ട് ഇതിന് ഇലയൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം സീസൺ തീരാറായപ്പോഴാണ് ഞാൻ നട്ടത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ ചട്ടിയിലാണ് 3നെയും കൂടെ കൊണ്ടുവച്ചത്. അപ്പോൾ ഞാനിത് മാറ്റി ഇതേ ഇങ്ങനെ 3 ചട്ടിയിലോട്ടായിട്ട് നടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ മിക്സെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്കൊരു പുതിയ അറിവായിരുന്നു. നമ്മുടെ മുരിങ്ങ നമ്മളിങ്ങനെ നട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനിങ്ങനെ കിഴങ്ങ് പോലെ വരും. ഞാൻ ഒരെണ്ണത്തിൽ എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ മുരിങ്ങേനെ എടുത്തിട്ടുണ്ട് കുറച്ച്. നമ്മുടെ കയ്യിൽ 3 മുരിങ്ങയാണ് കേട്ടുള്ളത്. ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പോൾ എനിക്കറിയാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇത് കണ്ടോ, ഇതിങ്ങനെ കിഴങ്ങ് പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ കിഴങ്ങ് പോലെ ആയിട്ടാണ് നമുക്ക് ഉണ്ടായേക്കുന്നത്. എനിക്കറിയില്ല, എനിക്കതൊരു പുതിയൊരു അറിവായിരുന്നു. അത് ഞാനിങ്ങനെ മേളിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇത് കണ്ടോ, ഇങ്ങനെ കിഴങ്ങ് പോലെ വന്നിട്ടാണ് മുരിങ്ങ ഇവിടെ ചെടിയായിട്ട് അത് മുളച്ച് വന്നേക്കുന്നത്. നമ്മൾ ഒരു വിത്താണ് നട്ടത് മുരിങ്ങയുടെ. ഞാൻ പണ്ട് മിയ കിച്ചണിലെ ആളുടെ വീഡിയോ കണ്ടപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ കണ്ടായിരുന്നു മുരിങ്ങയുടെ കിഴങ്ങ് നട്ടുവെന്ന്. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുരിങ്ങ നമ്മൾ നട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇങ്ങനെ കിഴങ്ങ് രൂപത്തിലാവുമെന്നുള്ള കാര്യം. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ആദ്യമായിട്ടുള്ള കിട്ടിയൊരു അറിവാണിത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഈ 3 ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നട്ടിട്ട് ഇനിയിപ്പോൾ വെയിൽ വരുമ്പോൾ കൊണ്ടുവയ്ക്കണം. കഴിഞ്ഞ ആഴ്ച നല്ല വെയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും തണുപ്പാണ്. 7, 8 ഡിഗ്രി സെൽഷ്യസൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.